അതിനായിട്ട് കർത്താവിന് മഹത്വം കൊടുക്കുകയാണ്. പ്രത്യേകാൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയുടെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ മീറ്റിംഗിൽ എനിക്ക് ഓൺലൈനിൽ ജോയിൻ ചെയ്യാനും ദൈവവചനം പങ്കുവെക്കാനും ലഭിച്ച അവസരം ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷങ്ങളായി കണക്കാക്കുന്നു. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കർത്തവേലയിലായിരിക്കുന്ന ദൈവദാസൻ പ്രിയ ബിനോയ് പാസ്റ്റർ, അദ്ദേഹത്തിന്റെ വാത്സല്യ കുടുംബം, ഒപ്പം ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെയും ദൈവാശ്രയബോധത്തോടു കൂടെയും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16 മുതൽ ഉള്ള വാക്യങ്ങൾ ഇന്ന് രാത്രി ഇന്ന് പകൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 16 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ഈ ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനത്തിലെ വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മൾ ദൈവവചന ചിന്തയ്ക്കായി ഇവിടെ വായിച്ചത്. യഥാർത്ഥത്തിൽ പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പൗലോസ് അറിയപ്പെടാൻ ആഗ്രഹിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പൊ തൻ്റെ 2 പ്രാർത്ഥനകൾ എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് 1-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും 3-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുമാണ്. അപ്പൊ നമ്മൾ ഇന്ന് വായിച്ചത് 1-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം ആരാണ് പൗലോസ് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ ഒരു നല്ല പ്രഭാഷകനായിട്ട് നമുക്ക് കണക്കാക്കാം, നല്ലൊരു എഴുത്തുകാരനായിട്ട് കണക്കാക്കാം. എന്നാൽ ഒരിക്കലും ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ താൻ കൃത്യമായിട്ട് എഴുതി വെച്ചു, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പൗലോസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. 1-16 പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഗ്യാപ്പില്ലാത്തൊരു പ്രാർത്ഥന അതൊരു ആവേശകരമായ പ്രാർത്ഥന തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ എനിക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബിനോയ് പാസ്റ്റർ അങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇടവിടാതെയാണ്, ഒരു ഗ്യാപ്പും ഇല്ലാതെ പ്രാർത്ഥിക്കുകയാണ്. അതും പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഈ പൗലോസ് എഫേസ്യ ലേഖനം എഴുതുമ്പോൾ ഈ എഫെസസിലെ സഭ സ്ഥാപിച്ചത് പോളല്ല, അപ്പൊല്ലോസാണ്. അപ്പൊല്ലോസ് സ്ഥാപിച്ചൊരു സഭയ്ക്ക് വേണ്ടി, ഒന്നുകൂടെ പറഞ്ഞാൽ പൗലോസിന്റെ ഭാര്യ അവിടെ ഇല്ല, അപ്പൻ അവിടെ ഇല്ല, അമ്മ അവിടെ ഇല്ല, മക്കൾ അവിടെ ഇല്ല, യാതൊരു രക്തബന്ധവും ഇല്ലാത്ത ഒരു കൂട്ടത്തിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നു എന്നത് ഒരത്ഭുതമല്ലേ? ഈ തിമോഥെയോസിന്റെ ലേഖനത്തില് പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്, തിമോഥെയോസേ, രാവും പകലും കണ്ണീരോടെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരാണ് തിമോഥെയോസ്? പൗലോസിന്റെ രക്തബന്ധങ്ങളില്ല, ഒരു രക്തബന്ധവും ഇല്ലെങ്കിലും ഒരു മനുഷ്യൻ ഒരു കൊച്ചന് വേണ്ടി കരയാനുണ്ട് എന്ന് പറയുന്നത് ഒരു അത്ഭുതമല്ലേ? സ്തോത്രം. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മളൊരു കാര്യം ഓർക്കണം, ഈ ആത്മീക സംഗമം എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ കരുത്ത് ഭയങ്കരമാണ്. കാര്യം വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം വരും, കാശുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം വരും. ആ സമയമൊക്കെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിക്കാൻ 4 പേരുണ്ടെങ്കിൽ നമ്മളെപ്പോലെ വേറെ ഭാഗ്യവാന്മാരുണ്ടോ? ഇതൊരു സൂം മീറ്റിങ്ങിലാണ്, ഒരുപക്ഷെ നമ്മൾ ഒരുമിച്ച് കൂടുന്നില്ലായിരിക്കാം, എന്നാൽ നമ്മൾ അറിയുന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നേ. ഈ പത്രോസ് കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് പത്രോസിരുന്ന് പ്രാർത്ഥിക്കുകയാണെന്നല്ല, പത്രോസ് കാരാഗ്രഹത്തിനകത്ത് സുഖമായിട്ട് ഉറങ്ങുകയാണെന്നാണ്. പക്ഷെ ഉറങ്ങാതിരുന്നൊരു കൂട്ടമുണ്ട്, അത് ചർച്ച, അവരുറങ്ങുന്നില്ല. അപ്പം ആ പ്രാർത്ഥന കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനെ പുറത്തെത്തിച്ചെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ സുഖമായി ഉറങ്ങാൻ കാരണം നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പം ഈ ഒരു പ്രാർത്ഥന ലൈഫിലേക്ക് നമുക്ക് എങ്ങനെയാ വരാൻ പറ്റുക? പൗലോസ് പ്രാർത്ഥിക്കുന്ന മോഡലുകൾ നിങ്ങൾ നോക്കിയേ. 1:16 പൗലോസ് പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം ചെയ്താണ്. സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ സ്തോത്രത്തിന്റെ പവർ ഭയങ്കരമാണ്. ഇപ്പൊ ഞാൻ ചിലപ്പം ഈ ഒരു സൂം മീറ്റിംഗ് ആണ് എങ്കിലും പഴയ നിയമത്തിലാണ് ഒരു ആരാധനയെങ്കിൽ അവിടെ കാളക്കിടാവ് ഉണ്ടാവും, കുറുപ്രാവ് ഉണ്ടാവും, ആട്ടുകൊറ്റൻ ഉണ്ടാകും. ഇതൊന്നും ഇല്ലെങ്കിൽ ആരാധന നടക്കില്ല. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആട്ടുകൊറ്റൻ വേണ്ട, കുറുപ്രാവ് വേണ്ട, കാളക്കിടാവ് വേണ്ട. നമുക്ക് നാവ് തുറന്ന് പറഞ്ഞ സ്തോത്രം ഒരു യാഗമാണ്. ഈ ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുണ്ട്, ചില മീറ്റിങ്ങുകളിൽ നമ്മൾ എത്ര നല്ല മെസ്സേജുമായിട്ട് കടന്നു പോയാലും ഡ്രൈ ആണ്, കാര്യം ഒരു അനക്കമില്ല. പക്ഷേ ഈ സ്തോത്രം പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലുണ്ടല്ലോ, പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ഒരു ഭയങ്കര ആവേശമാണ്. അപ്പൊ ആ ചർച്ച അങ്ങനെയാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ഒരു ചെലവുള്ള കാര്യമല്ല, പക്ഷേ യാഗം എന്നത് നാവിൽ നിന്ന് വരുന്ന സ്തോത്രമാണ്. അപ്പൊ പൗലോസ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം, ഞാൻ സ്തോത്രം പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി മറ്റൊരു പ്രാർത്ഥനയുടെ മോഡല് 3:15 കാണാൻ കഴിയുന്നത്, ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതെന്ന് എഴുതിയിരിക്കുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ സാധാരണ നമ്മളാരും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ്, ഇത് സൂം മീറ്റിംഗ് ആണ് എങ്കിലും അങ്ങ് പറയാം, നമ്മൾ കസേരയിരുത്തൊക്കെ പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥന ഇന്ന് മിക്കവാറൊക്കെ കസേരയിലാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങിയിരിക്കാറില്ല. പിന്നെ താഴോട്ട് നമ്മൾ അറിയാതെ ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു പ്രതിസന്ധി വരുമ്പോഴാണ്. അപ്പൊ പിന്നെ നമ്മൾ ചെയറൊക്കെ മാറ്റും. അപ്പൊ പിന്നെ തറയിലിരിക്കും. പിന്നെ രക്ഷയില്ലെങ്കിൽ കർത്താവ് ചെയ്ത പോലെ നെടുമ്പാട് വീഴുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ലല്ലോ. അപ്പൊ എന്നാൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കേണ്ടതെന്നറിയാം, നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും കംഫർട്ട് സോണിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ സാഹചര്യം ഉള്ളപ്പോഴും അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് മുട്ടുമേലൊക്കെ ഇതിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെയൊക്കെ മാറ്റ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് നമ്മുടെ നമ്മളിപ്പോ തിയറി പ്രസംഗിക്കും, പക്ഷെ ഇത് കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടുള്ളത് നമ്മുടെ പിതാക്കന്മാരാണ്. ഇപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ അന്ന് ഞാൻ ലോകത്തിന് പുറകെ നടക്കുന്ന കാലമാണ്. 2 മണിക്കും 1 മണിക്കും 2 മണിക്കും കണ്ണു തുറക്കുമ്പോൾ ഞാൻ കിടക്കുന്ന കിടക്കയുടെ അടുത്ത് മമ്മി വന്ന് മുട്ടുകുത്തിരുന്ന് കരയുകയാണ്. ആഹാരമില്ലാഞ്ഞിട്ട് കരയല്ല, വസ്ത്രമില്ലാഞ്ഞിട്ട് കരയല്ല, ഞാൻ നന്നാവാൻ കരയുകയാണ്. പക്ഷെ ആ മുട്ടുമേലിരുന്ന് കരഞ്ഞ കരച്ചിലിന്റെ പരിണിത ഫലമാണ് എന്നെ സ്വർഗം കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയത്. അപ്പം 3.5 വർഷത്തെ വരൾച്ച മാറ്റാൻ ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ടായിരുന്നു. ഇനി കല്ലെറിഞ്ഞ് കൊല്ലാൻ തുടങ്ങുമ്പോഴും കല്ലെറിഞ്ഞ് കൊല്ലുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കരുത്ത് സ്തേഫാനോസിന്റെ മുട്ടുമേലുള്ള പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ടായിരുന്നു. മരണം തൊട്ടുമുമ്പിൽ ഇങ്ങനെ വാവിളിച്ച് നിൽക്കുമ്പോഴും കർത്താവ് നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറങ്ങിയെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഈ മുട്ടുമേലുള്ള പ്രാർത്ഥനയുടെ കരുത്ത് ഭയങ്കരമാണ്. പൗലോസ് പറയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നു, 1 പ്രാർത്ഥിക്കുന്ന സ്തോത്രം പറഞ്ഞാണ്, 2 മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ഇനി പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു കരുത്ത് ഞാൻ പറഞ്ഞത് 6-ാം അധ്യായം 18-ാം വാക്യം കണ്ടോ? എഫേസ്യ ലേഖനം 6:18 പറയാണ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയാണ്? ഞാൻ ആത്മാവിൽ ഏത് നേരത്തും, എഫേസ്യ ലേഖനം 6:18, ഞാൻ ഏത് സമയത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നത് തെറ്റൊന്നുമല്ല. ഇപ്പം ബിനോയ് പാഷ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞാൻ അല്പം ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. എങ്കിലും അപ്പോഴ് വലിയ 3 പേര് ഒത്തിരി പോരാടിയൊന്നും പ്രാർത്ഥിക്കണ്ട, കാര്യം ബുദ്ധി പ്രാർത്ഥിക്കുന്നതാണ് ഉചിതം, അല്ലെങ്കിൽ മീറ്റിംഗ് പ്രശ്നമാവും. ഈ ആത്മാവിലുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഫൈറ്റാണ്, ഒരു യുദ്ധമാണെന്നേ. അത് ഞാൻ കണ്ട നല്ല മോഡലുകൾ പലതും ബൈബിളിലുണ്ട്. പക്ഷെ ഞാൻ കണ്ട ഏറ്റവും നല്ല മോഡൽ ഏതാണെന്നറിയാം, പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചതാണ്. ആ വാചകം നിങ്ങൾ കേട്ടോണ്ടോ? എങ്ങനെ എഴുതിയിരിക്കുന്നത്? അർദ്ധരാത്രിയിൽ. അപ്പം ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും ബെസ്റ്റ് സമയം എപ്പോഴാണെന്നറിയാം? മിഡ് നൈറ്റ് ആണ്. കാരണം ആ സമയത്ത് ആരും ശല്യപ്പെടുത്തില്ല. ഇപ്പൊ ഇവിടെ ഏകദേശം 1:15. അപ്പം ഇപ്പൊ തന്നെ ആരും വന്ന് കൊട്ടില്ല. ഇവിടെ ആളൊക്കെ ഉണ്ട്, പക്ഷെ കൊട്ടത്തില്ല. ചായ വേണം ചോദിക്കില്ല, കാരണം രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്. അപ്പം ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ബെസ്റ്റ് സമയമാണ്, ബെസ്റ്റ് സമയം. അപ്പൊ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അർദ്ധരാത്രിയിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥിച്ച്, അങ്ങനെ എഴുതിയിരിക്കുന്നത്. ആ വാചകം അങ്ങനെയാണ്, നിങ്ങൾ നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു അപ്പോസ്തല പ്രവൃത്തി 16:25-26 ആണെന്ന് എന്റെ ചിന്ത. ഓക്കെ, ആക്ട്സ് ചാപ്റ്റർ 16 വേഴ്സ് 25-26 എഴുതി. അർദ്ധരാത്രിയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, പ്രാർത്ഥിച്ച് പാടി സ്തുതിച്ചു. അപ്പൊ തുടങ്ങിയത് എങ്ങനെയാണ്? പ്രാർത്ഥനയാൽ തുടങ്ങിയതാണ്. പ്രാർത്ഥന പതുക്കെ പാട്ടായി, പാട്ട് സ്തുതിയായി, സ്തുതി ആരാധനയായി, ആ ആരാധന സകല ബന്ധനങ്ങളെ പൊട്ടിച്ചു. അപ്പൊ മനസ്സിലായോ?
എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമുക്ക് ഈ ആത്മാവിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കര ബലമാണ്. എത്ര വലിയ നിരാശ വന്നിരുന്നാലും അന്യഭാഷ പറഞ്ഞൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, നമ്മുടെ ശരീരത്തിൽ ഒരു അസാധാരണ ബലമാണ്. ഇപ്പൊ പൗലൂസ് പറയാണ്, അപ്പൊ പൗലോസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന അത്ര, അപ്പം ഒരു മോഡൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അവിടെ വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതാ. എന്റെ പപ്പ ഭൂട്ടാന്റെ ബോർഡറിലാണ് വർക്ക് ചെയ്യുന്നത്, ആദിവാസികളുടെ ഇടയിലാണ്. അപ്പം അവിടെ ഈ പപ്പ എപ്പോഴും ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കും. വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എപ്പോഴും അന്യഭാഷ പറയും. അപ്പൊ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പപ്പ എന്തിനാ എപ്പോഴും അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആൾക്കാർക്ക് ഇത് എങ്ങനെ മനസ്സിലാവും? പക്ഷെ യഥാർത്ഥത്തിൽ ആ ദേശത്തെ പിടിച്ചു കുലുക്കിയത് ആ ആത്മാവിലുള്ള ആരാധനയാണ്. കാര്യം അവിടെ ആൾക്കാരെ കൊല്ലുന്ന കാലമാണ്, കൊല്ലുന്ന ആൾക്കാരുള്ള കാലമായിരുന്നു. അവിടെ ഗുണ്ടകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കയറ് കുരുക്കിയിട്ട് ആത്മഹത്യക്ക് മുമ്പിൽ നിന്നവനെ പപ്പ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് ഗൈഡ് ചെയ്ത് അയച്ചിട്ട് പിടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഇതിന്റെ ശക്തി അറിയാം. നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും ഒക്കെ ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് വാചകങ്ങളൊന്നും പുറത്തു വരുന്നില്ലെങ്കിലും അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു കരുത്താണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കണം. ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയെ കുറിച്ചുള്ള എന്റെ ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ, ആള് കൂടട്ടെ, നല്ല കാര്യമാണ്, ആത്മാക്കളൊക്കെ വരണം, വലിയ സൗഖ്യങ്ങളൊക്കെ നടക്കണം, നല്ല വചന ശുശ്രൂഷകൾ അവിടെ വെളിപ്പെടണം, ഒരു സംശയം വേണ്ട. പക്ഷേ ആ ചർച്ചിന്റെ ഗൈഡൻസ് കംപ്ലീറ്റ് ആയിട്ട് പരിശുദ്ധാത്മാവായിരിക്കണം. പ്രാർത്ഥിക്കാൻ ഒരാൾ മുട്ടുമ്മേൽ ഇരുന്ന് കഴിഞ്ഞാൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയണം, വചന ശുശ്രൂഷ ആത്മാവിലായിരിക്കണം. അപ്പൊ അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നത് സാധാരണ ബുദ്ധിയിലുള്ള പ്രാർത്ഥനയല്ല, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. ഇനി ഒരു മോഡൽ കൂടെ പറഞ്ഞ് ഞങ്ങൾ നിർത്താം, കാരണം അവിടെ വെച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഫിലിപ്പിയർ ലേഖനം 1:3 പറയാണ്, സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചത്. അപ്പം പൗലോസ് പറഞ്ഞു, ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്തോത്രം ചെയ്താണ്. 2 പൗലോസ് പറഞ്ഞു, ഞാൻ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. 6:18 പറഞ്ഞു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇനി ഫിലിപ്പിയർ ലേഖനം 1:3 പറയാണ്, എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് സന്തോഷത്തോടെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ സൂമിലാണെങ്കിലും നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരിയൊക്കെ വരട്ടെന്നേ, കാരണം നമ്മൾ ദൈവസന്നിധിയിലല്ലേ. അപ്പം ഒരു സന്തോഷമൊക്കെ വരണം. കാരണം നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു സന്തോഷം തോന്നണം. ഇപ്പൊ നമ്മുടെ ചർച്ചില് ഒരിക്കല് ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ഒരു ആന്റി യോഗത്തിന് കടന്നു വന്നേ. അപ്പം കടന്നു വന്നിട്ട് അടുത്ത ആഴ്ച ആന്റി യോഗത്തിന് വന്നില്ല. അപ്പം ഞാൻ ആന്റിയെ വിളിച്ചു. ആന്റി യോഗത്തിന് കണ്ടില്ലല്ലോ, ഇന്ന് ഈ ആഴ്ച മുതൽ. അപ്പൊ ആന്റി പറഞ്ഞു, എന്റെ മോനെ, എന്റെ പാസ്റ്ററെ, ഞാൻ ഒരു 100,000 പ്രശ്നമായിട്ടാണ് ചർച്ചിലോട്ട് വരുന്നത്, തകർന്നാ വന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്ന് നിങ്ങളുടെ ആൾക്കാരുടെ സാക്ഷ്യമൊക്കെ കേട്ടപ്പോഴും ആൾക്കാരുടെ മുഖം കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി, അവരെ അപേക്ഷിച്ച് എനിക്കൊരു പ്രശ്നമില്ല. അപ്പൊ പുള്ളിക്കാരി വന്നില്ല. അപ്പൊ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേനുണ്ടല്ലോ, നമ്മളിങ്ങനെ മുഖം മുറിപ്പിച്ചൊന്നും ഇരിക്കരുത്. നമ്മുടെ മുഖത്തൊരു സന്തോഷമാണ്, ടെൻഷൻ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ദൈവസന്നിധി കടന്നു വരുമ്പോൾ സന്തോഷം ഭയങ്കരമല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ പൗലോസിനൊക്കെ നമ്മൾ സമ്മതിക്കണ്ടേ? കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോഴും എഴുതി വെക്കുകയാണ് എപ്പോഴും സന്തോഷിക്കാൻ. ഒരു ആവേശമല്ലേ. എപ്പോഴും സന്തോഷിപ്പീൻ. കാരാഗ്രഹത്തിനകത്ത് കിടക്കുമ്പോൾ എഴുതുവാണ്. അപ്പൊ എന്റെ ഒരു ചിന്ത, ഞാൻ അവിടെ വന്നപ്പോൾ പറഞ്ഞത് എനിക്കറിയില്ല, ഞാനിങ്ങനെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, സത്യം പറഞ്ഞാൽ കാലാമത്തിലിട്ട് പൂട്ടില്ലായിരുന്നെങ്കിൽ പുള്ളി തുള്ളിച്ചാടി ദൈവത്തെ ആരാധിച്ചേനെ. പിന്നെ കൈയടിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ല, കാരണം കയ്യെ ചങ്ങലയിട്ടിരിക്കുകയാണ്. എന്നാ പിന്നെ കിടന്നേക്കാന്ന് വിചാരിച്ചില്ല. ആകെ നോക്കിയപ്പോ കെട്ടാത്തൊരു സാധനമേ ഉള്ളൂ, അത് നാവാ. അതങ്ങ് തുറന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ മീറ്റിങ്ങിന് വന്നിരിക്കുമ്പം നമുക്ക് കൈ ഉയർത്താൻ പറ്റും, കൈയടിക്കാൻ പറ്റും, നാവ് ചലിപ്പിക്കാൻ കഴിയും. പലരും വെന്റിലേറ്ററിലാണ്, കൈ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, അധരം ചലിപ്പിക്കാൻ കഴിയുന്നില്ല, കൈയടിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇത്രമാത്രം കരുത്ത് ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോ ടെൻഷനൊന്നും വേണ്ടാന്ന് ദൈവത്തെ സ്തുതിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞ വാചകം അറിയാമല്ലോ, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. സത്യം പറഞ്ഞ് ഇത് പറഞ്ഞത് എപ്പോഴാണെന്നറിയാം? തൊട്ടടുത്ത ദിവസം മരിക്കാൻ പോവാണ്. മരണം മുമ്പിൽ നിൽക്കുമ്പോഴും പറയാണ്, എന്റെ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്നത് സമാധാനമാണ്. അത് എന്നാ സമാധാനമാണ്? ദൈവത്തിന് സ്തോത്രം. ഈ നിങ്ങൾ കേട്ടുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് ഡോക്ടർ മുരളി. ഈ ഡോക്ടർ മുരളിയുടെ വൈഫ് സൂയിസൈഡ് ചെയ്തതാണ്. നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം, ആദ്യത്തെ വൈഫ് സൂയിസൈഡ് ചെയ്തതാണ്. പിന്നെ അദ്ദേഹം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം കഴിച്ച സഹോദരിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സൂയിസൈഡ് ചെയ്യുന്നത് മുരളി തെറ്റ് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ. കർത്താവിനെ സന്ദർശിതാവായി സ്വീകരിച്ചു, നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ വൈഫ് സൂയിസൈഡ് ചെയ്തത്. അപ്പൊ ഈ ബോഡി കിടക്കുമ്പോൾ
അതിന്റെ മുമ്പിൽ ഡോക്ടർ മുരളി ഇരിക്കുന്ന കാഴ്ച കണ്ടപ്പോ കാനമച്ചൻ ചെന്ന് കയറിയപ്പോ ഒരു പറച്ചിൽ പറഞ്ഞു, അയ്യോ ഡോക്ടറെ എന്നാ ഇരിപ്പായി ഇരിക്കുന്നേ, നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് ഇങ്ങനെ? അപ്പൊ അദ്ദേഹം തിരിച്ചു പറഞ്ഞ വാചകമാണ്, അതാ അച്ചോ നമ്മൾ പ്രസംഗിക്കുന്ന സകല ബുദ്ധിയും കഴിയുന്ന ദൈവിക സമാധാനം. മനസ്സിലായി? നമ്മളിപ്പം അവിടുന്ന് ചിന്തിക്കുമ്പോഴും നമ്മുടെ പല ചോദ്യങ്ങൾക്കും 1000 ചോദ്യങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ്. 1000 ചോദ്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിലുള്ള ആ ഒരു സമാധാനം അനുഭവിക്കാൻ കഴിയണം. എത്ര വലിയ ടെൻഷൻ അനുഭവിച്ചാലും ഉണ്ടല്ലോ, നമ്മളെ ഒന്നും ആത്മീക ജീവിതത്തെ ഇത് ബാധിക്കരുത്. പൗലോസ് പറഞ്ഞു, എന്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എന്റെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുകയാണ്. കാരണം ഇതൊന്നും എന്റെ ഹൃദയത്തെ അഫക്റ്റ് ചെയ്യുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഈ 4 മോഡലുകൾ നിങ്ങൾ മറക്കരുത്. അത് മനസ്സിൽ അങ്ങനെ തന്നെ എഴുതട്ടെ. ഇനി പൗലോസ് പ്രാർത്ഥിക്കുന്ന 5 പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടിയാണ്. അത് എന്തിനോ ഒക്കെയാണ് എന്നുള്ളതും കൂടെ ഒന്ന് നിങ്ങളത് നോക്കുക. 16-17 വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് കിട്ടണേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ ലളിതമായ കാര്യം, നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്ന് അറിയണം. മനസ്സിലായോ? നിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മളൊന്ന് അറിയണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ അത് സാധാരണക്കാരെയല്ല. അങ്ങനെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മളൊന്ന് ശരിക്കും അറിഞ്ഞാൽ നമ്മൾ സാധാരണക്കാരല്ല. അതിനൊരു ഉത്തരമാണ് ഈ പത്രോസ് കർത്താവ് ചോദിച്ചു, ജനം എന്നെ ആരെന്നാ പറയുന്നേ? അപ്പൊ ആൾക്കാർ പറഞ്ഞു, ചിലര് പറയുന്നു യിരെമ്യാവെന്ന് പറയുന്നു, ചിലര് പറയുന്നു ഏലിയ പ്രവാചകൻ എന്ന് പറയുന്നു, ചിലര് പറയുന്നു യോഹന്നാൻ സ്നാപകനാന്ന് പറയുന്നു. അപ്പൊ ഉടനെ കർത്താവ് ചോദിച്ചു, നിങ്ങളെന്താ എന്നെ കുറിച്ച് പറയുന്നേ? ആരും ഉത്തരം പറഞ്ഞില്ല കേട്ടോ. പത്രോസ് മാത്രം 2 ചുവട് വെച്ച് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, ഞാൻ പറയാം അങ്ങാരാന്ന്, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കർത്താവ് പറയാണ്, മോനെ നീ അഴിച്ചാൽ അഴിയും, നീ കെട്ടിയാൽ കെട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, യോഹന്നാൻ അപ്പുറത്ത് നിൽപ്പുണ്ട്, യാക്കോബ് അപ്പുറത്ത് നിൽപ്പുണ്ട്, യൂദ അപ്പുറത്ത് നിൽപ്പുണ്ട്, ഇവരോട് ആരോടും പറയാതെ കേവലം പത്രോസിനോട് മാത്രം ഇത് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? കർത്താവ് പറഞ്ഞതിന്റെ ആൻസർ ഇതാണ്, എടാ നീ വെളിപ്പാട് കിട്ടിയവൻ തൊട്ടതാ. ആ വെളിപ്പാട് കിട്ടിയവൻ പ്രാർത്ഥിച്ചാൽ വിടുതല. ഇപ്പൊ ഞങ്ങളൊരു കാര്യം പറയാം, ബിനോയ് പാസ്റ്റർക്ക് മാത്രമല്ല, പ്രസംഗിക്കുന്ന എനിക്ക് മാത്രമല്ല, അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളോട് തന്നെ ദൈവാത്മാവ് പറയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അകത്ത് ഈ വെളിപ്പാടകത്ത് കയറിയാലുണ്ടല്ലോ, നമ്മൾ അഴിച്ചാൽ അഴിയും, നമ്മൾ കെട്ടിയാൽ കെട്ടും. ഫിലിപ്പോസ് വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ പിതാവിനെ എനിക്കൊന്ന് കാണിച്ചു തരാമോ? കർത്താവ് പറഞ്ഞു, എന്നാ ചോദ്യമാടാ നീ ചോദിച്ചേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയോ? നീ രക്ഷപ്പെട്ടു. എന്നിട്ട് താഴോട്ട് പറഞ്ഞേ, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ വെളിപ്പാട് കിട്ടിയാലേ കാര്യമുള്ളൂ. നമുക്കറിയാം, ഈ മോശ എന്ന് പറയുന്നത് വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, ഒരു ഇല്ലാതെ പോയ ആളാണ്. എല്ലാം 1000 കുറ്റങ്ങൾ പറയാൻ കാണും. പക്ഷെ ആ എന്നാ പറയുന്നേ, ഹോരേബിൽ കണ്ടൊരു വെളിപ്പാടുണ്ടല്ലോ. അപ്പൊ ചോദിച്ചു, നീ ആരാ? അപ്പൊ പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാണ്. ആ വെളിപ്പാട് കിട്ടിയ ശേഷം പിന്നെ പോയപ്പം പഴയ വടിയും കൊണ്ടാ പോയതെങ്കിലും ആ വടി നീട്ടിയപ്പോൾ നടന്നതിന്റെ കാര്യം, ആ വെളിപ്പാട് കിട്ടിയിട്ടുള്ള മോശ വേറെ മോശയാ. സോദരം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുമ്പോൾ സൂമിലായിരിക്കും നിങ്ങൾ കേൾക്കുന്നേ, പക്ഷെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പുറത്തു പോകുമ്പോൾ അസാധാരണക്കാരായിട്ട് പുറത്തു പോകാവൂ. അതിനുവേണ്ടി ഞാൻ കർത്താവ് ഈ സന്ദേശം നിങ്ങളെ കേൾപ്പിക്കുന്നേ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ വന്നപ്പോ എന്റെ അനുഭവ സാക്ഷിയൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് ഒരു കഴിവുള്ള ആളല്ല, പ്രസംഗിക്കാനും കഴിവില്ല, ഒരു തരത്തിലുള്ള ടാലന്റും എനിക്ക് പറയാനില്ല. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്, കർത്താവെ ഒരു അരമണിക്കൂർ തെറ്റില്ലാതെ വചനം പറയാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷെ പിന്നീട് എന്നെ കർത്താവ് പഠിപ്പിച്ചു, മക്കളെ അങ്ങനല്ല, നിന്റെ കത്തായി വെളിപ്പാടുണ്ടെങ്കിൽ ഞാനാടെ കുഞ്ഞെ നിന്നെ കുറിച്ച് സംസാരിക്കുന്നേ. നിനക്ക് കഴിവില്ല, പക്ഷെ നീ തൊട്ട രോഗി സൗഖ്യമാവും. കാര്യം എന്നാ ചോദിച്ചാൽ, നിന്റെ കരുത്തല്ല, നിന്റെ അകത്ത് ഞാൻ തന്ന വെളിപ്പാടാ. അത് പാസ്റ്റർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ദൈവം തരും. ഞാനൊരിക്കലും അടൂര് പ്രസംഗിക്കുകയാണ്, അടൂര് കൺവെൻഷൻ പ്രസംഗിക്കുകയാണ്. അപ്പം ഒരു ഗ്രൗണ്ടിലാണ്, അതിന്റെ തൊട്ട് അപ്പുറത്താണ് നമ്മുടെ എം സി റോഡിന്റെ സൈഡിലുള്ളൊരു പെട്രോൾ പമ്പ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, രോഗികൾ ആരെങ്കിലും ഉണ്ടോ, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോ കുറെ പേര് മുമ്പോട്ട് വന്നു. ഞാൻ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് പാസ്റ്റർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഉണ്ടെന്നറിയോ? ആശീർവാദം പറയാൻ വേണ്ടി പാസ്റ്റർ അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, ഒരു മനുഷ്യൻ വളരെ സ്പീഡിൽ ഓടി വരികയാണ്. അപ്പം അദ്ദേഹത്തിന്റെ പേര് മുരളി എന്നാണ്, കയ്യിൽ ചരടൊക്കെ കെട്ടിയിട്ടുണ്ട്. അദ്ദേഹം ക്രൈസ്തവനൊന്നും അല്ല, ഹൈന്ദവ വിശ്വാസിയാണ്. നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ട്രിവാൻഡ്രത്ത് അദ്ദേഹത്തിന് 2 കാലം അനക്കാൻ കഴിയാതെ പോയതാ. അപ്പം നെഗറ്റീവ് റിപ്പോർട്ട് കിട്ടിയിട്ട് തിരിച്ചു വരുന്ന വരവാ. ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയ സമയത്താണ് ഈ വചനം അകത്തേക്കിലെ ചാട്ടുളി കയറുന്ന പോലെ കയറിയത്. അപ്പൊ സഹോദരനോട് പറഞ്ഞു, വണ്ടി സൈഡിലോട്ട് ഇടാൻ പറഞ്ഞു. അങ്ങനെ സൈഡിലോട്ട് ഇട്ടതാ. അവിടെ ഇരുന്ന് വചനം കേട്ടു. വചനം കേട്ട് കഴിഞ്ഞപ്പോ
പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഇറങ്ങി വരാൻ പറ്റത്തില്ല. കാരണം രണ്ട് കാലും അനക്കാൻ പറ്റില്ല. കാറയിൽ ഇരിക്കുമ്പോൾ തന്നെ രണ്ട് കൈയും കാലിലോട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ആരംഭിക്കാൻ അറിയില്ല, ആമീൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ അറിയില്ല. രണ്ട് കൈയും കാലെ പ്രസ് ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കണേന്ന്. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നോക്കുമ്പോൾ കാലിന് പെട്ടെന്ന് ഈ ബലക്കുറവ് പോലെ അദ്ദേഹം തോന്നി. അപ്പൊ കാറെ തന്നെ ചവിട്ടി നോക്കിയപ്പോഴത്തേന് നന്നായിട്ട് കാല് ഉറയ്ക്കുന്നു. സഹോദരനോട് പറഞ്ഞു ഡോർ തുറക്കാൻ. ഡോർ തുറന്നപ്പോൾ ഫസ്റ്റ് കാലെടുത്ത് വെച്ചു, അടുത്ത കാലെടുത്ത് വെച്ചു, നടന്നിഞ്ഞ് സ്റ്റേജിൽ കയറി പോരുന്നു. ഏകദേശം 250-300 മീറ്റർ. ഞാൻ ചോദിച്ചോട്ടെ, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രസംഗിച്ച എന്റെ കാര്യത്താണോ? അല്ല, അവിടെ ഉയർത്തിയത് ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാടാ. ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയില് നമ്മുടെ ആരുടെയും കഴിവല്ല വിഷയം, മറിച്ച് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ദൈവപുത്രനെ ഇവിടെ ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സൂമിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ശരീരത്തിലേക്ക് ദൈവശക്തി വ്യാപരിക്കും. വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പൊ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ കിട്ടിയിട്ട് യഥാർത്ഥ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇവർക്ക് കിട്ടണം. ഇനി പറയുന്ന രണ്ടാമത്തെ കാര്യം കണ്ടോ, പൗലോസ് പറയാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന്. കണ്ടോ, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളോട്, ദൈവമക്കളോട് ഞാൻ പറയാണ്, നമുക്കെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ നേട്ടം നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നതാണ്. ലുദിയയുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്ന പോലെ നമ്മുടെ കണ്ണ് തുറന്നത് കൊണ്ടാണ് യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നത്, അല്ലേ? രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ് ഇതിനകത്തിരിക്കുന്ന എല്ലാവരും. അപ്പം അത് വലിയൊരു ഒരു നല്ല കാര്യം. പക്ഷെ പൗലോസ് പറയുന്നേ, നിങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറക്കണമെന്നല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണമെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്നറിയാം? ഇപ്പോഴും അത് കത്തിക്കൊണ്ടിരിക്കണമെന്നാണ്. സ്തോത്രം. അപ്പൊ ഞാൻ ആ ചർച്ചിൽ വന്നിട്ടുണ്ട്, ആ ചർച്ചിന്റെ ആത്മീയാന്തരീക്ഷം എനിക്കറിയാം. എങ്കിലും ഞാൻ പറയാണ്, നമ്മുടെ പല കേരളത്തിലെ ചർച്ചുകൾക്കും ബദലായിട്ട് നമ്മുടെ സഭ മാറരുത്. പലയിടത്തും പണ്ട് കണ്ണ് തുറന്നതിന്റെ കഥയെ പറയാനുള്ളൂ, ഇപ്പൊ കത്തിയതിന്റെ ഒരു അനുഭവം പറയാനില്ല, ഒന്നുമില്ല. ഞങ്ങള് പല മീറ്റിങ്ങുകളും കടന്നു പോകുമ്പോൾ നിരാശ തോന്നും. എഴുന്നേറ്റ് പറയുന്ന 50 വർഷം മുമ്പ് ഞാൻ കത്തിയതാണ്, 30 വർഷം മുമ്പ് ഞാൻ കത്തിയതാണ്. ഇങ്ങനെ പഴയ കാലത്ത് കത്തിയ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം നമ്മളെല്ലാം മനസ്സിലാക്കേണ്ടത്, ഇന്നലെ കത്തിയിട്ട് ഇന്ന് കത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ചാരമാണ്. നിങ്ങളും ചിന്തിച്ചു നോക്കി, ഇന്നലെ കത്തി പക്ഷെ ഇന്ന് കത്തുന്നില്ല, ഇന്ന് അണഞ്ഞുപോയെങ്കിൽ അതിന് പറയുന്ന പേരെന്നാണ്? ചാരം. അത് എന്തിനു കൊള്ളാം? ഇപ്പൊ എന്റെ ഭാര്യ ചെയ്യുന്ന പരിപാടി ചെടിക്കിടുന്ന കണ്ടോണ്ട് ഇങ്ങനെ ചാരത്തെ എടുത്ത്, അപ്പൊ ചോദിക്കുമ്പോൾ പറയും ഇന്നലെ കത്തിയതാ, ഇന്ന് ചാരമായി. അപ്പൊ ഇന്ന് മിക്ക പെന്തക്കോസ്ത് സഭകളിലും സംഭവിക്കുന്ന അപകടം ഇതാ, പണ്ട് കത്തിയ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയിൽ ഇന്നലെ കത്തിയ കഥ അവിടെ നിൽക്കട്ടെ. പ്രിയ മാതാവ് ഇപ്പോഴും ജീവനോടെയുണ്ട്, ദൈവത്തിന് സ്തോത്രം. പ്രിയ പിതാവിനാൽ കർത്താവിനാൽ നിയോഗിതമായി തുടങ്ങിയ ഒരു ചർച്ചാണത്. അന്ന് കത്തിയിട്ടുണ്ട്, സത്യമാണ്. പക്ഷെ അന്ന് കത്തിയതിനേക്കാളും കരുത്തോടെ ഇന്നവിടെ കത്തണം. ഇന്നവിടെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ ആത്മാവിന്റെ ചലനമില്ലെങ്കിൽ ഇന്നലെ കത്തിയ തീയുടെ കഥ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പൗലോസ് പറയാണ്, ഇന്നലെ കത്തിയാ പോരാ, മറിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഇന്ന് കത്തണം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, അപ്പൊ നമ്മുടെ കൂട്ടത്തില് അന്ധന്മാരുണ്ട്. അതാണ് ലേഖനത്തിൽ പറയുന്നൊരു വാക്യം നിങ്ങൾക്കറിയാം, തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ അന്ധമാക്കി കളഞ്ഞെന്ന്. അത് നമ്മളെപ്പോഴും പറയുന്ന പുറത്തുള്ളവരുടെ കാര്യമാണ്, നമ്മുടെ അകത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഈ വചനം നിങ്ങളുടെ അകത്തോട്ട് കയറുന്നില്ലെങ്കിൽ ചിന്തിച്ചോണം, നമ്മൾ അന്ധരാണ്. അത് എബ്രായ ലേഖനത്തിൽ തന്നെ പല വാക്കുകൾ എഴുതില്ല. എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, കേൾപ്പാൻ മാന്യതയുള്ളവരെ കേൾക്കുന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അകത്തോട്ട് കയറുന്നില്ല, വചനം അകത്തോട്ട് കയറുന്നില്ല. പാട്ട് പാടുമ്പോൾ ഉണർവാണ്, ഒരു കുഴപ്പമില്ല. യോഗത്തിന് വരുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ വചനം കേൾക്കുമ്പോൾ അകത്ത് കയറി കത്തുന്നില്ല. ദൈവത്തിന് സ്വന്തം അകത്തോട്ട് കയറണ്ടേ വചനം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി വർഷമൊന്നും ആയിട്ടില്ല, പ്രസംഗിച്ചു തുടങ്ങിയിട്ട് ഒരു 7-8 വർഷമായിട്ടുള്ളൂ. എന്നാൽ കർത്താവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞ ഒറ്റ ഡിമാൻഡ് ഇതാണ്, മോനെ, ആരുടെ മുഖം നോക്കാതെ, സാമ്പത്തികം നോക്കാതെ, മുഖത്ത് നോക്കി ദൈവം നിന്നോട് പറയുന്ന ദൂത് നീ പറയണം. അത് കേൾക്കാൻ സുഖമില്ലെങ്കിലും പറഞ്ഞേക്കണം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ ഈ 8 വർഷം മുമ്പ് ഞാൻ ശുശ്രൂഷിച്ചു തുടങ്ങിയപ്പോഴുള്ളൊരു അനുഭവം ഞാൻ പറയാം. ഇങ്ങനെ പ്രസംഗിച്ചു തുടങ്ങിയത് കൊണ്ട് പല സഭകളിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പല ചർച്ചകളിലും. എന്നോട് പല ചർച്ചകളിൽ ചെന്നപ്പോൾ വന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, പ്രായം കുറവാ കേട്ടോ,
ഇങ്ങനൊന്നും കയറി പറയരുത്, ഇച്ചിരി മര്യാദയ്ക്ക് പറ, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അന്നേരം നിരാശ തോന്നിയിട്ടില്ല, കാരണം കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞേക്കാൻ. അതുകൊണ്ട് ഞാൻ ഒരു മടിയില്ലാതെ പറഞ്ഞിട്ടുണ്ട്. പല സഭകൾക്കകത്തും എന്നെ വിളിച്ച പാസ്റ്റേഴ്സിന്റെ അടുത്ത് വിശ്വാസികൾ പോയി പറഞ്ഞിട്ടുണ്ട്, ആ പയ്യനെ ഇനി മേലെ പ്രസംഗിക്കാൻ വിളിക്കാതെ അവനൊരു ബോധമില്ലാത്തവനാ. അപ്പൊ ഇങ്ങനെ പാസ്റ്റർമാർ വന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവനെ ഇനി അങ്ങനെ പ്രസംഗിക്കല്ലോ കേട്ടോ. പിന്നെ എന്നെ പലയിടത്തും വിളിച്ചിട്ടുമില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു മാറ്റം ഞാൻ പറയട്ടെ, ഇപ്പം എവിടെ ചെന്നാലും പ്രശ്നമൊന്നുമില്ല, വഴക്കുമില്ല, ബഹളമില്ല, ഒന്നുമില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും എല്ലാം ക്ലിയർ ആയെന്ന്. അതുകൊണ്ടല്ല ഇന്ന് ആർക്കും ഏക്കുന്നില്ല, അതാണ് വിഷയം. കാരണം ഒരു 8 വർഷം മുമ്പുള്ള സംഭവം എന്ന് പറയുന്നത് പ്രസംഗിക്കുമ്പോൾ കുത്തു കൊള്ളുമായിരുന്നു. അപ്പം പറയും എന്നെ കുത്തി വെട്ടി എന്നൊക്കെ പറയായിരുന്നു. ഇന്ന് ഒരു കുത്തും കൊള്ളുന്നില്ല, ഒരു കുത്തും കൊള്ളുന്നില്ല, കുത്തിയിരുന്ന് കേൾക്കുകയാണ്. ഞാൻ ഈ ചില നാളുകൾക്ക് മുമ്പ് ഒരു ചർച്ചില് പ്രസംഗിക്കാൻ വേണ്ടി പോയി. അപ്പം കൊത്തി നാളൊന്നുമായിട്ട് ഒരു 3-4 മാസമായതേ ഉള്ളൂ. അപ്പൊ ആ പ്രസംഗം എല്ലാം കഴിഞ്ഞപ്പോ ആ ചർച്ചിൽ തന്നെ ഒരു സഹോദരൻ ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഈ ചർച്ചിന്റെ സാഹചര്യമൊക്കെ കുഞ്ഞിനെ അറിയോ? ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാ ചർച്ചിൽ ചെല്ലുന്നത്. ദൈവാത്മാവ് നിന്നോട് സംസാരിച്ച മോനെ, ഇവിടെയുള്ള എല്ലാവരോടുള്ള ദൂതാ ദൈവാത്മാവ് പറഞ്ഞേ, ദൈവം നിന്നോട് സംസാരിച്ച. അപ്പം ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പതിയെ എനിക്ക് 2 കവളത്തും ഓരോ ഉമ്മയൊക്കെ തന്നു, സ്നേഹം കൂടിയതാ. അപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ പാസ്റ്റർ എന്നോട് പറഞ്ഞില്ല, പുള്ളി എന്താ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ സഭയുടെ അന്തരീക്ഷം പറഞ്ഞ ദൈവാത്മാവ് സംസാരിച്ചെന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്ററിനോട് പറഞ്ഞു, എന്റെ പാസ്റ്ററെ, അയാളാണ് ഇവിടുത്തെ മെയിൻ വഴക്കാളി. ചർച്ചിൽ എല്ലാ വിഷയം ഉണ്ടാക്കുന്നത് ഈ പുള്ളിയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പും ഫാൻ കറങ്ങുന്നില്ലെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയ കക്ഷിയാണ്. പക്ഷെ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറയാണ്, എല്ലാവർക്കും ഉള്ളത് കൊടുത്തിട്ടുണ്ട് പാസ്റ്ററെ, ദൈവാത്മാവ് സംസാരിച്ചാണ്. അതിന്റെ അർത്ഥം പുള്ളി അത് ഏറ്റെടുത്തില്ല. പുള്ളി പറയുന്നത് മറ്റുള്ളവർക്കുള്ളതാണ്. ഇപ്പൊ ഈ ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയിൽ കടന്നു വന്ന ഈ സൂമിൽ പങ്കെടുക്കുന്ന നമ്മളോടാണ് ദൈവാത്മാവ് സംസാരിക്കുന്നത്. അപ്പുറത്തോട്ട് തട്ടിക്കളയണ്ട. നമ്മൾ നെഞ്ചോടങ്ങ് ഏറ്റെടുത്തിട്ട് പറയണം, കർത്താവേ ഞാൻ അന്ധനാകാൻ പാടില്ല. സ്തോത്രം. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്നറിയാം, ഞാൻ നമ്മുടെ ചർച്ചിന്റെ അകത്തൊരു കമ്മ്യൂണിറ്റി ആണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ഓപ്പൺ ആയിട്ട് പറയുന്നത്. ഈ പ്രോസ്പെരിറ്റി തിയോളജിയും ന്യൂ ജനറേഷൻ സഭകളിലുണ്ടായ പ്രശ്നങ്ങളും ഒന്നും ഇപ്പൊ തുടങ്ങിയതല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ സഭകൾ തുടങ്ങിയതാ. കാര്യം നിങ്ങൾ നോക്കിയാൽ മതി, ഒരു 30-35 വർഷത്തിന് മുമ്പ് ദൈവസഭകളിലെ പ്രവാചകന്മാരുടെ ദൗത്യം എന്ന് പറയുന്നത് സഭകൾക്കകത്തെ തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടുക എന്നുള്ളതായിരുന്നു. ഒരശുദ്ധനകത്ത് കയറില്ല. തെറ്റ് ചെയ്തവൻ, അശുദ്ധി ചെയ്തവൻ, പാപം ചെയ്തവൻ അകത്ത് കയറിയാൽ നീ പാപിയാണെന്നും നീ തെറ്റുകാരനാണെന്നും നീ കുറ്റം ചെയ്ത അകത്ത് വന്നതെങ്കിൽ നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ സ്വർഗം നിന്നെ ന്യായം വിധിക്കുമെന്നും പറയുന്നവരായിരുന്നു പെന്റക്കോസ്റ്റിന്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ജനറേഷനിലുള്ള പ്രവാചകന്മാർ. പക്ഷേ 3rd ജനറേഷൻ, ഒരു 1980s തൊട്ട് സംഭവിച്ചത്, ഉള്ള ചർച്ച വന്ന് പ്രവാചകന്മാർ അടിക്കുന്നത് മുഴുവനും ഭൗതികത്തിന്റെ ദൂതുകളാണ്. അത് ന്യൂജനറേഷൻ സഭകൾ തുടങ്ങിയതല്ല, നമ്മുടെ തുടങ്ങിയതാ. അപ്പം നമ്മൾ ചെന്ന് ഇങ്ങനെ ഇരുന്ന് കൊടുക്കും, എന്ന് എൻ്റെ കൊച്ച് അമേരിക്കയിൽ പോവും, എന്ന് എൻ്റെ കൊച്ച് UK പോവും, എന്ന് എനിക്ക് 2 നില വീട് കിട്ടും, എന്ന് കാറ് കിട്ടും. അയാൾ വന്നിട്ട് കാശ് കിട്ടാൻ വേണ്ടിയുള്ള കള്ളദൂത് അടിച്ചിട്ട് പോവും. നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അയാൾക്ക് സന്തോഷം. ഇതാണ് നമ്മളെ പെതുക്കെ നിത്യതയിൽ നിന്ന് അകറ്റി, ദൈവത്തിൽ നിന്ന് അകറ്റിയിട്ട് ലോകത്തിലേക്ക് തിരിച്ചത്. അപ്പം ദൈവസന്നിധി ദൈവവചനം കേൾക്കാനിരിക്കുമ്പോഴും ദൈവദാസന്മാർ സഭയിൽ കടന്നു വരുമ്പോഴും ഭൗതികത്തിന്റെ ലാഞ്ചന കിട്ടുന്ന ദൂത് പ്രതീക്ഷിച്ച് സന്തോഷിക്കാൻ നിങ്ങൾ ഇരിക്കരുത്. അത് ലോകത്തിന്റെ തലമാണ്. ലക്ഷണവിദ്യ കാണാൻ പോകുന്നത് പോലെയുള്ളൂ. പക്ഷെ ദൈവസന്നിധി കടന്നു വരുമ്പോൾ ഞാനല്ല ഒരു കൊച്ചു കുഞ്ഞു പ്രസംഗിച്ചാലും കർത്താവെ എന്റെ തെറ്റെന്തെന്ന് ബോധ്യമാക്കി തരണേ അപ്പാ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവം മറുപടി തരുന്നതെന്നേ. അംഗീകരിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം പൗലോസ് പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതിന്റെ അർത്ഥം ദൈവവചനം ഉൾക്കൊള്ളാൻ കഴിയാത്ത അന്ധന്മാർ നമ്മുടെ സഭകൾക്കകത്തുണ്ട്. ഇനി ഒപ്പം ലവോദിക്ക സഭയെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, സഭയെ നീ അന്ധനാണ്. ലവോദിക്ക സഭയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം എന്താണ്? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറഞ്ഞാൽ ലോകവും വേണം, ദൈവവും വേണം. ഞാൻ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ പെന്തക്കോസ്തുകാരാണ്.
നമുക്ക് ലോകത്തോടൊപ്പം ചലിക്കാം. അത് ഈസിയാണ്. നമ്മൾ ഈ കല്യാണത്തിന് അവിടെ ഒമാനിലെ കാര്യമല്ല, നാട്ടില് ഷട്ടറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ഷട്ടർ പൊക്കി കഴിയുമ്പോഴത്തേന് പൊക്കിക്കോടിഞ്ഞു പോവല്ലോ. അതുപോലെ ലോകത്തിന്റെ ഒപ്പം നിന്നാ മതി, പൊക്കിക്കോളും. ഈ കൽക്കട്ടയിലോ ഡൽഹിയിലോ ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ പോലെ അവിടെ നിന്ന് കൊടുത്താൽ മതി, അവർ കൊണ്ടുപോകും. അപ്പം ലോകത്തിന്റെ ട്രെൻഡിനനുസരിച്ച് നീങ്ങുക എന്ന് പറഞ്ഞിട്ട് ഈസ് ഈസി. പക്ഷേ ഡിഫിക്കൽട്ട് എന്താണെന്നറിയാവോ? ലോകത്തിന്റെ ട്രെൻഡിനെതിരെ, ലോകത്തിന്റെ താളത്തിനെതിരെ, ലോകം പോകുന്ന ഒഴുക്കിനെതിരെ ഒഴുകുക. ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. സ്തോത്രം. അതിനുവേണ്ടി തന്റെ ഇടത്തോടെ നമുക്ക് നിൽക്കണം. ഈ ഒരു തലമുറയിൽ കർത്താവിന് ആവശ്യം ലോകത്തോടൊപ്പം ചാടുന്നവനെ അല്ല, ഞാൻ യേശുവിന്റെ വകയാന്നും പറഞ്ഞ് തന്റെ ഇടത്തോടെ നിൽക്കുന്ന ഒരു ജനറേഷൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലൂടെ പുറത്തു വരണമെന്നേ ദൈവത്തിന് സ്തോത്രം. കാരണം ചർച്ചകൾ വല്ലാതെ കലങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലിയുടെ ഭാഗമാണ്, ചർച്ച് ഓഫ് ഗോഡിന്റെ ഭാഗമാണ്, IPCയുടെ ഭാഗമാണ്, AGയുടെ ഭാഗമാണ് എന്ന് കരുതി കർത്താവ് തൂത്തുവാരി കൊണ്ടുവന്ന് ചിന്തിക്കരുത്. ഇതിനകത്തൊരു സഭയുണ്ട്. ആ സഭയെ ഒരുക്കിയെടുക്കാനാണ് കർത്താവ് വരാൻ പോകുന്നേ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ചില നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ കൗൺസിലിൽ ഒരു ദൈവദാസനെ ഇന്റർവ്യൂ ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പാസ്റ്ററായിട്ട് ഓർഡൈൻ ചെയ്യാൻ. അപ്പൊ ഒരു പ്രായമുള്ളൊരു ദൈവദാസൻ അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചു. എന്റെ പാസ്റ്ററെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്, സഭ മഹോപദ്രവത്തിലൂടെ പോകുമോ ഇല്ലയോ എന്ന് ചോദിച്ചു. അപ്പൊ നമ്മളെല്ലാവരും പറയുന്ന ഒരു ഉത്തരം, എനിക്ക് തോന്നുന്നു ഉപദേശ പെശകൊന്നും നമ്മുടെ സഭകൾക്കൊന്നും ഇല്ല, എന്തായാലും ചർച്ച പോയില്ല, അതിനു മുമ്പ് കർത്താവ് വരും, നമ്മൾ പോവും, അതല്ലേ? അപ്പൊ ഈ പാഷ് പറഞ്ഞ ഉത്തരം വളരെ രസകരമായിരുന്നു. പാഷ് പറഞ്ഞു, എന്റെ ദൈവദാസനെ, പാഷ് ഉദ്ദേശിക്കുന്ന സഭ ദൈവസഭയാണെങ്കിൽ പോവില്ല, IPC ആണെങ്കിൽ ഒരുമാതിരിപ്പെട്ടതെല്ലാം പോവും. അപ്പൊ പുള്ളി പറഞ്ഞത് മനസ്സിലായോ എന്ന് പറഞ്ഞാൽ, ദൈവസഭയാണെങ്കിൽ പോകത്തില്ല, പ്രസ്ഥാനമാണെങ്കിൽ ഒരുമാതിരിപ്പെട്ടതെല്ലാം പോക്കാ. നമ്മുടെ ചർച്ചകൾക്കകത്തുള്ളത് എല്ലാത്തിനെയും തൂത്തുവാരി സ്വർഗത്തിൽ കൊണ്ടിരുത്തുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. മറിച്ച് നമ്മുടെ സഭയ്ക്കകത്തൊരു സഭയെ, ഒരു മണവാട്ടിയെ കർത്താവ് പുറത്തെടുക്കുന്നുണ്ട്. ലോകത്തോടൊപ്പം ഇടകലരാതെ, ലോകത്തിനെതിരെ തന്റെ ഇടത്തോടെ നിൽക്കുന്ന, ഞാൻ ദൈവത്തിന്റെ പൈതലാന്ന് കാണിക്കുന്ന ദൈവത്തിന് ഞാൻ യൂത്ത് മീറ്റിങ്ങുകളൊക്കെ പറയാറുണ്ട്, നമ്മൾ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മളെപ്പോലെ ഉഗ്രം വിശ്വാസികൾ വേറെ ഇല്ല, നമ്മളെപ്പോലെ നല്ല ആൾക്കാർ വേറെ ഇല്ല. പക്ഷെ പെന്തക്കോസ്തുകാരന്റെ കൃപ നഷ്ടപ്പെട്ടാൽ ലോകം മുഴുവൻ നമ്മളെ ചവിട്ടും. ഈ തലമുറയിൽ ലോകത്തിന്റെ വെളിച്ചമായി, ലോകത്തിന്റെ പ്രകാശമാക്കി ദൈവം നമ്മളെ വിളിച്ചിരിക്കുമ്പോ കോംപ്രമൈസിന്റെ സുവിശേഷം നമുക്ക് വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഒപ്പം എല്ലാ മാതാപിതാക്കളും കേൾക്കണം. ഞാൻ നോക്കുമ്പോൾ ഒരുപാട് മാതാപിതാക്കൾ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹസ്രദൃഷ്ടിയുള്ളവർ സഭകൾക്കകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ധനല്ല, പക്ഷെ കണ്ണ് പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല. ഹസ്രദൃഷ്ടി മനസ്സിലായോ എന്ന് പറഞ്ഞാൽ ഷോർട്ടായി. മുമ്പിലിരിക്കുന്നവരൊക്കെ കാണാം, മുമ്പിലിരിക്കുന്ന കുറച്ച് പേരെ കാണാം, പക്ഷെ അകത്തോട്ട് പുറമോട്ടിരിക്കുന്നവരെ കാണത്തില്ല. അതാണ് ഏലിക്ക് പറ്റിയതാ. ഏലിയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവനെ അന്ധനാന്നല്ല, മറിച്ച് എന്തായിരുന്നെന്ന, അവന്റെ കാഴ്ച മങ്ങിയിരുന്നു. അതിന്റെ അർത്ഥം, കാഴ്ച മങ്ങിയിരുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, കാഴ്ച ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, കാഴ്ച ഇല്ലയോന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനെ ഹസ്രദൃഷ്ടിയുള്ളവരായതുകൊണ്ടാണ് തലമുറ അങ്ങ് പോയത്. ഇപ്പൊ നമ്മുടെ സൂ മീറ്റിംഗ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ ഉദാഹരണം പറയാൻ കഴിയില്ല. നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മുമ്പിലത്തെ 2 റോ നമ്മൾ കാണും, പുറമോട്ട് കാണുന്നില്ല. ക്രിസ്ത്യൻ ഫെയ്ത്ത് അസംബ്ലി എന്ന് പറയുന്നത് 65 വയസ്സുകാരുടെ മാത്രം സഭയല്ല, 65 വയസ്സുകാരുടെയാണ് സഭ. പക്ഷേ അവിടെ ഇരിക്കുന്ന കൈക്കുഞ്ഞിന്റെ പോലുമാണ് ചർച്ച്. എന്ന് പറഞ്ഞാൽ 30 വർഷത്തിന് ശേഷവും നമ്മുടെ തലമുറയെ കുറിച്ച് സ്വപ്നം കാണാനുള്ള കണ്ണും കാഴ്ചപ്പാടും നമുക്കുണ്ടാവണം. ഇപ്പൊ സന്തോഷം, നമ്മൾ അവിടെ ഇരുന്ന് കൈയടിക്കുന്നു, സ്തോത്രം പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, നല്ല കാര്യം. പക്ഷെ ഞാൻ ആത്മാർത്ഥമായിട്ട് ചോദിക്കുക, ഇത് പ്രവചനാത്മകമല്ല ഞാൻ പറയുന്നത്, ഒരു 30 വർഷം കഴിഞ്ഞാലും നമ്മൾ പറഞ്ഞ പോലെ അന്യഭാഷ പറയാൻ നമ്മുടെ പിള്ളേര് കാണണം. നമ്മൾ ആരാധിച്ച പോലെ ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ തലമുറ ഉണ്ടാവണം. നമ്മൾ ദൈവത്തെ ഉയർത്തിയതുപോലെ നമ്മുടെ തലമുറയും ദൈവത്തെ ഉയർത്തണം. സ്തോത്രം. നമുക്കറിയാം, യാക്കോബ് നല്ല മനുഷ്യനായിരുന്നു. ആദ്യമൊക്കെ തരികിട പരിപാടിയൊക്കെ കാണിച്ചു, സത്യമാണ്. പക്ഷെ നല്ല മനുഷ്യനായിരുന്നു. പക്ഷെ പിള്ളേരെന്തിയെ കിട്ടിയില്ലല്ലോ. ഏലി ആരായിരുന്നു? ഏലി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തീവ്രവാദി ഒന്നുമല്ല, ഒരു പാവം മനുഷ്യൻ. പക്ഷെ പിള്ളേരെന്തിയെ കിട്ടിയില്ലല്ലോ. ഏലിയുടെ പിള്ളേര് നശിച്ചു പോയെന്നും പറഞ്ഞാണ് ദൈവം ശമൂവേലിനെ പൊക്കിയത്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ശമൂവേലിന്റെ പിള്ളേരെന്തിയെ? കിട്ടിയില്ലല്ലോ. ദാവീദ് ആരായിരുന്നു? എ മാൻ ആഫ്റ്റർ ഹിസ് ഓൺ ഹാർട്ട്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പക്ഷേ അബ്ശാലോം എന്തിയെ? ശലോമോൻ എന്തിയെ? കിട്ടിയില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഓർക്കണം, ഇവരൊക്കെ മിടുക്കന്മാരായിരുന്നെങ്കിലും ഇവരെല്ലാം ഹതഭാഗ്യരാ. കാരണം തലമുറകളെ പിടിക്കാൻ പറ്റിയില്ല.
പക്ഷേ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ, കഴിവില്ല, സാമർഥ്യമില്ല, ഒന്നും പറയാനില്ല, പക്ഷെ തലമുറയെ ശത്രു പിടിക്കുന്നു എന്ന സൂചന കിട്ടിയപ്പോ ഇടുവിക്കേറി നിന്ന് പോരാടിയില്ലേ? അതുകൊണ്ട് ശത്രുവിന് തൊടാൻ പറ്റിയില്ലല്ലോ. ശൂനേമിലെ ധനികയായ ഒരു സ്ത്രീ കുഞ്ഞും മരിച്ചെന്ന് കേട്ടിട്ടും വിട്ടില്ല. ദൈവം തന്ന സന്തതിയാണെങ്കിൽ, ദൈവം തന്ന ദാനമാണെങ്കിൽ അവനെ ഞാൻ ശത്രുവിന് വിട്ടുകൊടുക്കില്ല, തിരിച്ചു പിടിച്ചല്ലോ. ഇതൊരു പ്രവചന ദൂതായി ദൈവസഭയോട് ഞാൻ വിളിച്ചു പറയുകയാണ്. പല തലമുറകളെയും തകർക്കാൻ, പല തലമുറകളെയും ഇല്ലാതാക്കാൻ പിശാച് പദ്ധതികൾ മെനയുമ്പോ ഈ സഹോദരിമാരെ പോലെ ഇടിവി നിന്ന് പോരാടാൻ ചിലർ ദൈവസഭകൾക്കകത്ത് എഴുന്നേൽക്കണം. തലമുറകളെ തകർത്ത് കളയുവാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികൾ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ കുടുംബങ്ങൾക്കകത്തുനിന്ന് അഴിഞ്ഞു മാറട്ടെ. എന്റെ തലമുറയെ കർത്താവ് എനിക്ക് തിരിച്ചു തരണം. എന്റെ തലമുറ ഞാൻ ആഗ്രഹിക്കുന്ന പാതയിൽ പോകണം. അവർ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഇനി ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി, ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാൽ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ കരുതലുകൾ നമുക്ക് കാണാം. നമുക്കറിയാം, ഹാഗർ പ്രാർത്ഥിക്കുകയാണ്, ബാലന്റെ മരണം എനിക്ക് കാണണ്ട. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന, അവിടെ കണ്ണ് ദൈവം തുറന്നല്ല, അത് നീരറവ തുറന്നല്ല. ആണോ? അല്ല. കണ്ണ് ദൈവം തുറന്നപ്പോ താണ്ട് ആ നീരറവ കണ്ടു. പ്രവാചക ശിഷ്യൻ ഒറ്റക്കരച്ചില്, കർത്താവെ ഇപ്പൊ തീരും. പ്രവാചകനോട് പറയും, ഇപ്പൊ തീരാൻ പോവാണ്. അതുകൊണ്ട് സൈന്യം മുഴുവൻ ഇറങ്ങി. പ്രവാചകൻ ഇത്രയും പ്രാർത്ഥിച്ചോളൂ, ദൈവം ഇവന്റെ കണ്ണൊന്ന് തുറക്കണേ. കണ്ണ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് താണ്ട് പ്രവാചക ശിഷ്യൻ പറഞ്ഞു, അവരോട് കൂടെ ഉള്ളവരെക്കാൾ നമ്മോട് കൂടെ ഉള്ളവരെക്കാൾ അവരധികമാണ്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിന്റെ കണ്ണ് തുറന്നാലുള്ളൊരു കാഴ്ചപ്പാടിന്റെ പ്രത്യേകതയാണ് അത്. കണ്ണ് തുറന്നില്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കുകയാണ്, ഏലിയാവിനോടാണോ കിരീത്ത് തൊട്ടിലേക്ക് പോകാൻ പറഞ്ഞത്, കാക്കയോടാണോ? ഞാനൊരു ചോദ്യം ചോദിക്കുന്നതേ ഉള്ളൂ. ഏലിയാവിനോടാണെന്ന് ചോദിച്ചാൽ കാക്കയോടാണോ? കാക്കയോടാണ്. കാരണം ഏലിയാവിനോട് പറഞ്ഞ ഞാൻ കാക്കയോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഏലിയാവ് പോകുന്നതിനേക്കാൾ മുമ്പേ കാക്കയോട് പറഞ്ഞു, പൊക്കോ, ഞാനേ എന്റെ ദാസനെ അങ്ങോട്ട് അയക്കുകയാണ്. പലപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇതുവരെയെങ്കിലും ഏതെങ്കിലും, ഇപ്പൊ ഒമാനി കാക്ക ഉണ്ടെന്ന് എനിക്കറിയില്ല, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഏതെങ്കിലും കാക്ക നിങ്ങൾക്ക് ആഹാരം കൊണ്ട് തന്നിട്ടുണ്ടോ? ഞങ്ങളൊക്കെ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ്, നിങ്ങൾ അവിടെ ബോണാൻ പ്രോട്ടപ്പാണെങ്കിൽ മനസ്സിലാവില്ല. ഞങ്ങളുടെയൊക്കെ കാലയളവില് ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേനും എല്ലാം കൊണ്ട് വരവുണ്ട് ഈ കാക്കയെ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ അവിടെ സുരക്ഷിതമായിട്ടിരിക്കുന്നൊന്നും അറിയാനില്ല, വീട്ടിൽ നിന്ന് വരച്ച് കൊണ്ടുവന്നതിനകത്ത് വല്ല മുട്ടയോ ചോറോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ റാഞ്ചിക്കൊണ്ട് പോകാനാണ്. അപ്പൊ ഇതുവരെ ഒരു കാക്കയെ ആർക്കും ആഹാരമൊന്നും കൊണ്ട് തന്നിട്ടില്ല. പക്ഷേ ദൈവം ഏലിയാവിന് വേണ്ടി ഒരുക്കിയത് ഈ കാക്കയാ. ഒരു കാക്കയെ നമ്മൾ വീട്ടിൽ വളർത്താറില്ല. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്ന ഇടങ്ങളൊന്നും, കുഞ്ഞുങ്ങള് ഒക്കെ മീറ്റിങ്ങിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോടാണ് ദൂത്, നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്തൊന്നും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. പക്ഷെ എല്ലാ വഴികളും അടയുമ്പോൾ പ്രതീക്ഷിക്കാത്ത വഴി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. അത് കർത്താവിൻ്റെ ഒരു കരുതലാണ്. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി കരുതൽ നമ്മൾ എപ്പോഴും അറിയണം. സ്തോത്രം. ഞാന് ഈ ചിലയിടത്തൊക്കെ കടന്നു പോകുമ്പോൾ ഈ കുരങ്ങൊക്കെ ഉള്ള വയനാടും ഇടുക്കിയിലൊക്കെ പോകുമ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ഈ കുരങ്ങ് കുഞ്ഞിനെ കൊണ്ടുവന്ന് കണ്ടോ എങ്ങനെ കൊണ്ടുവന്നു? ഈ പള്ളയെ പിടിച്ചോണ്ട. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്നോ ചാട്ടമാണ് ഈ തള്ളക്കുരങ്ങ് ചാടുന്നത്. ഒരു ശിഖരത്തിൽ നിന്ന് മറ്റേ ശിഖരവും ചാടി, 2 മരമൊക്കെ ചാടിയാ പോകുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചിട്ട് എന്നാ കൂളായിട്ടാണ് ഈ കുഞ്ഞ് കിടക്കുന്നതെന്നേ. പള്ള ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്, പിന്നെ വാ തുറക്കത്തില്ല. അത് വാ തുറക്കുവാണെങ്കിൽ ഒരു ആൻസർ പറയും. ഞാനപ്പോ ചിന്തിച്ചിട്ടുണ്ട്, ഇത് എന്നാ ധൈര്യം ഈ കിടക്കുന്ന കിടപ്പ്. ചോദിച്ചാൽ അത് പറയുന്നൊരു ഉത്തരം, എന്റെ പാസ്റ്ററെ, ഞാൻ കിടക്കുന്നത് നാട്ടുകാരന്റെ പള്ളയിലല്ല, എന്റെ അമ്മയുടെ പള്ളയിലാണ്. അതുകൊണ്ട് എനിക്ക് പേടിക്കണ്ട, ഞാൻ റിലാക്സ് ആണ്, ഒരു കുഴപ്പമില്ല, ടെൻഷൻ അടിക്കാതെ കിടക്കാണത്. അത് ഈ കർത്താവ് കയ്യെ പിടിച്ചാലുള്ള ബലത്തിന്റെ കരുത്താണ് ഞാൻ പറഞ്ഞത്. ഈ പൂച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന് കണ്ടുണ്ടോ? എവിടെ പിടിച്ചോണ്ടാണ്? കഴുത്തെ പിടിച്ചോണ്ടാണ്. പക്ഷെ കഴുത്തെ പിടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഈ ചില വികൃതിയുള്ള പൂച്ചക്കുഞ്ഞാണെങ്കിൽ ചാടാൻ നോക്കും, ഇങ്ങനെ കുതിരി ചാടാൻ നോക്കും. പക്ഷെ ചാടാൻ നോക്കിയാൽ ഈ തള്ള പൂച്ച വിടത്തില്ല കേട്ടോ. ഓരോ കടിയും കൂടെ അങ്ങോട്ട് കടിക്കും, മുറുക്കി ഒരു കടി. അപ്പൊ കടിക്കുമ്പം ഈ പൂച്ചക്കുഞ്ഞ് പറയാണ്, അയ്യോ എനിക്ക് നൊന്തേന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരെ കൊണ്ടുപോകാതിരിക്കാനാണ് ആ കടി. അപ്പൊ നമുക്ക് ചിലപ്പോഴൊക്കെ ചെറിയ വേദനയൊക്കെ എടുക്കും, ചിലപ്പോൾ ചെറിയ ചെറിയ ശോധനകളും ചെറിയ തല്ലൊക്കെ ദൈവം തരും. എന്തിനാണെന്നറിയാമോ? നാട്ടുകാരൻ നമ്മളെ റാഞ്ചാതിരിക്കാനാണ്, അല്ലെങ്കിൽ ശത്രുവിനെ കൊണ്ടുപോയനെ.
നമ്മളൊക്കെ സുരക്ഷിതരായിരിക്കുന്നത് നമ്മുടെ കൈക്കരുത്തോണ്ട് വല്ലതും ആണോ? അതാ വചനത്തിൽ പറയാം, കോഴി തന്റെ കുഞ്ഞിനെ ചിറകിനും കീഴി മറയ്ക്കും പോലെ നമ്മളെ മറച്ചെന്ന്. ശത്രുവിന്റെ സിഗ്നൽ കിട്ടുമ്പോഴത്തേന് നമ്മളിങ്ങനെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്ന ഒരു കർത്താവുണ്ടെന്നേ. അതാ പൗലോസിന്റെ ഒക്കെ കോൺഫിഡൻസ്. പൗലോസ് പറഞ്ഞു, എനിക്ക് ടെൻഷൻ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളുള്ളവനെ തികയ്ക്കും. അവന്റെ പേര് ആൽഫ എന്നാണ്, അവന്റെ പേര് ഒമേഗ എന്നാണ്. അവൻ തുടങ്ങി വെച്ചെങ്കിൽ അവൻ അവസാനിപ്പിക്കുന്നത് വരെയും കൂടെ ഉണ്ടാവും. ഇപ്പം എനിക്ക് 10, 37, 38 വയസ്സേ ഉള്ളൂ. ഒരു 25-30 വർഷം കഴിയട്ടെ, എനിക്ക് ഈ ആരോഗ്യം ഉണ്ടാവില്ല. 100 വർഷം മുമ്പ് കത്തി നിന്ന നമ്മുടെ പിതാക്കന്മാരിന്നില്ല. പക്ഷേ രാജാക്കന്മാര് മാറി, ചക്രവർത്തിമാര് മാറി, നമ്മുടെ പിതാക്കന്മാര് മാറി. ബിനോയ് പാസ്റ്റർ പിതാവ് കർത്താവിന് വേണ്ടി കത്തിജ്വലിച്ച ദൈവദാസനാണ്, ഇന്ന് ലോകത്തിലില്ല. ബിനോയ് പാസ്റ്റർ 10-30 വർഷം കഴിയുമ്പോൾ ഇതിനേക്കാളും ബലഹീനനാവും. പക്ഷേ ചരിത്രം തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും ബലം ക്ഷയിക്കാതെ, സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങാതെ, അന്നും ഇന്നും എന്നും കരുത്തോടെ നിൽക്കുന്ന ഒരു തമ്പുരാൻ, കാലഘട്ടത്തെ അതിജീവിക്കുന്ന ഒരു കരുത്തുണ്ടെങ്കിൽ അത് ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, അപ്പം മാറിയാലും, അമ്മ മാറിയാലും, ഭാര്യ മാറിയാലും, മക്കൾ മാറിയാലും, ഭർത്താവ് മാറിയാലും, യേശു മാറില്ല. അതാണ് നമ്മുടെ ബലം. അവസാന ശ്വാസം നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകുന്നവരെയും കർത്താവിന്റെ കൃപയുടെ കരങ്ങളിൽ കർത്താവ് നമ്മളെ വഹിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഞാൻ അത്രയും ഭാഗം പറഞ്ഞ് അവിടെ നിർത്താം. ഇനി നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയോനുള്ള ആശ. 18-ാം വാക്യം കണ്ടോ? അവന്റെ വിളിയാനുള്ള ആശ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വിളിച്ചത് ആരാണ്? നമ്മളെ വിളിച്ചത് കർത്താവാണ്. അത് എന്നാ വിളിയാ വിളിച്ചത്? ദൈവത്തിന് സ്തോത്രം. അത് വചനം വായിക്കുമ്പോണ്ടല്ലോ കുറച്ചും കൂടെ നമുക്കൊരു ആവേശം ഉണ്ടാവും. ഇപ്പൊ എന്റെ ഭാര്യ എന്നെ വിളിക്കുന്ന അച്ചാച്ചാന്നാ, പക്ഷെ എന്നെ വിളിച്ചു തുടങ്ങിയിട്ട് 10-11 വർഷം ആവുന്നേ ഉള്ളൂ. എന്റെ മോളും ഞാനും തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഞാനവിടെ ഒറ്റ മോളാണ് ഞങ്ങൾക്ക്. അപ്പൊ ഇച്ചിരി ലാളിച്ച വളർത്തിയിരിക്കുന്നു. അപ്പൊ ചെല്ലുമ്പോഴത്തേന് പുറത്തു കയറുന്നു, സ്നേഹിക്കുന്നു. അപ്പൊ കാണുന്നവർ വിചാരിക്കും, യുഗായുഗമായിട്ടുള്ള ബന്ധമാണ്. എവിടെ? 8-9 വർഷത്തെ ബന്ധമേ ഉള്ളൂ ഞാനും എന്റെ കുഞ്ഞുങ്ങൾ തമ്മിൽ. ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം പെറ്റമ്മയുടെ സ്നേഹം എന്നാ പറയുന്നത്. പക്ഷെ എന്റെ അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിട്ട് 38 വർഷമായിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതോ? പൗലോസ് പറഞ്ഞു, എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച ദൈവമാണ്. സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചു, അമ്മയുടെ ഉദരത്തിൽ പിണ്ടാകാരമായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞായിട്ട് ഞാൻ രൂപപ്പെടുന്നതിന് മുമ്പേ എന്നെ സ്നേഹിച്ചതാ എന്റെ കർത്താവ്. ഇരമ്യാവിനോട് പറഞ്ഞു, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കണ്ടതാണ്. ദൈവത്തിന് സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞ വാക്കാണ് ഏറ്റവും മനോഹരം. 1:3 ലോക സ്ഥാപനത്തിന് മുമ്പേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കോളിങ്ങിന് എന്നാ പേര് പറയും? അതാണ് നമ്മുടെ മുട്ടത്തപ്പച്ചൻ പാടിയത്. അത് ഉന്നത വിളിയാണ്. ഉന്നത വിളിക്ക് യോഗ്യരെ വിളിച്ചവന്റെ സന്നിധി. ഉന്നത വിളിയാണ്. പൗലോസ് തന്നെ എഴുതി വെച്ചത് സ്വർഗീയ വിളിയാണ്. വേറൊരു ഭാഗത്ത് എഴുതി വെച്ചത് വിശുദ്ധ വിളിയാണ്. പൗലോസ് ഫിലിപ്പിനകത്ത് വെച്ചത് പരമവിളിയാണ്. ദൈവമക്കളെ, ഈ കർത്താവ് വിളിച്ചോണ്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. നമ്മളെ പ്രസ്ഥാനം വിളിച്ചാണോ? നമ്മളെ നേതാക്കന്മാരെ വിളിച്ചാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നെ പതറിപ്പോയനെ. പക്ഷെ നമ്മളെ വിളിച്ചത് ഒരു നേതാവുമല്ല, ഒരു പ്രസ്ഥാനമല്ല. നമ്മളെ വിളിച്ചത് നമ്മുടെ കർത്താവാണ്. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവസാന ശ്വാസം വരെയും കർത്താവ് നിർത്തിക്കോളും. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ വിളിയാനുള്ള ആശ ഇന്നതെന്നും. ഇനി അടുത്തത് 18-ാം വാക്യം തന്നെ, വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. കണ്ടോ? എന്നാണ്? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. മഹിമാധനം എന്ന് പറയുമ്പോൾ ആ 1:11 വാക്യത്തിൽ പറയും, അവനിൽ നാം അവകാശം പ്രാപിച്ചത്. ആരിലാണ്? ക്രിസ്തുവിൽ. എന്ന് പറഞ്ഞാൽ ക്രിസ്തു അകത്തോട്ട് വന്നതോടുകൂടി എല്ലാ സമ്പത്തിനും നമ്മൾ അർഹരായി. അതേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല. ഇപ്പൊ ഞാൻ ലോകപ്രകാരം അംബാനിയോ അദാനിയോ ബിർളയോ ഒരാറ്റയോ ഒന്നും അല്ല. പക്ഷെ എനിക്കകത്തൊരു ബോധ്യമുണ്ട്, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ സമ്പന്നനാ. വൈ? യേശു എന്റെ അകത്ത് വന്നു, അത്രേ ഉള്ളൂ. യേശു എന്റെ അകത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ സമ്പന്നനായി. ഇനി സൂമിലാണെങ്കിലും നിങ്ങളുടെ ഏകാരം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഞാൻ പറയുന്ന വാക്യങ്ങളൊന്ന് നോക്കണം. നിങ്ങളെ ഒന്നത് ബോധ്യമാക്കാൻ വേണ്ടിയാ. 1:8 നോക്കിയേ. ആ മഹിമാധനത്തിന് മറ്റൊരു പേര് പൗലോസ് പറയണത് കൃപാധനമാണ്. കണ്ടോ? കൃപാധനം പൗലോസ് പറയുന്നു, കൃപാധനം. ഇനി 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം 6-ാം വാക്യം കണ്ടോ? അത്യന്ത ധനമാണ്. അത്യന്തനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത്, അതിന് ബിയോണ്ട് ആയിട്ടുള്ള ഒരു ധനം ഇല്ല. ഇപ്പൊ പൗലോസ് പറഞ്ഞ കൃപാധനമാണ്.
മഹിമാധനമാണ്. 2:6 പറഞ്ഞത് അത്യന്ത ധനം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു ധനം പറയാനില്ല. ദൈവത്തിന് സ്തോത്രം. ഇനി 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നോക്കിയേ, അവിടെ എഴുതിയിരിക്കുകയാണ് അപ്രമേയ ധനമാണ്. അപ്രമേയ ധനം എന്ന് പറഞ്ഞാൽ എന്തോ? എൻഡ്ലെസ് റിച്ചസ്. പൗലോസ് പറഞ്ഞ വേറൊരു ഭാഷ ഞാൻ പറഞ്ഞു, പറഞ്ഞു തീരാത്ത ദാന നിമിത്തം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ അവസാന ശ്വാസം വരെ പ്രസംഗിച്ചാലും തീരില്ല, തീരില്ല. എണ്ണിയാലും പറഞ്ഞാലും തീരില്ല. ഈ പാട്ട് പാടുന്ന സഹോദരങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ജീവിതകാലം മുഴുവൻ പാടിയാലും തീരില്ല, ജീവിതകാലം മുഴുവൻ സ്തോത്രം പറഞ്ഞാലും തീരില്ല, എത്ര ആരാധിച്ചാലും തീരില്ല. കർത്താവിന്റെ ധനം. ഇനി 3:16 പറയണം മഹത്വത്തിന്റെ ധനമാണ്. കണ്ടോ? അപ്പൊ കണ്ടോ, മഹിമാധനം, അപ്രമേയധനം, അത്യന്തധനം, കൃപാധനം, അപ്രമേയധനം. ഈ ധനങ്ങളെ കുറിച്ചൊക്കെ പല പര്യായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ഒരു കാര്യം ഓർക്കണം, ഈ നമ്മൾ ധനവാരാന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു വാക്യം മാത്രം നമ്മൾ ഓർത്താൽ മതി. എന്നറിയോ? കൊരിന്ത്യർ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, ഇങ്ങനെ നമ്മളെ ധനവാനാക്കാനേ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതല്ല. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്, പൗലോസ് നിങ്ങൾ സമ്പന്നനായ ദൈവം ദരിദ്രനായി തീർന്നിട്ട് നമ്മളെ സമ്പന്നരാക്കിയെന്ന്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജനിച്ചപ്പോഴേ നമ്മൾ സമ്പന്നരായിട്ട് വീണതല്ല, മറിച്ച് യേശു എന്ന് ഹൃദയത്തിനകത്ത് വന്നോ അന്ന് നമ്മൾ സമ്പന്നരായി. എങ്ങനെ? അതിനുവേണ്ടി കർത്താവ് ദരിദ്രനായി. സത്യം പറഞ്ഞാൽ ഈ സൂം മീറ്റിംഗ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ തുള്ളിച്ചാടി പ്രസംഗിക്കേണ്ട കാര്യം ഇത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഹീറോയായ കർത്താവ് സീറോയാക്കിയിട്ട് സീറോയായി എന്നെ ഹീറോയാക്കി. അത് പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കാണ് മനോഹരം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ യേശു ഭൂമിയിലേക്ക്. അതൊരു അത്ഭുതമല്ലേ? ആണോ അല്ലയോ? ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നെന്നുള്ളൊരു മഹാത്ഭുതമല്ലേ? ഇനി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ദൂതനായിട്ടല്ല, എന്റെ വേഷത്തിൽ, താണ്ട് മനുഷ്യ വേഷത്തിൽ ഇറങ്ങി. അത് അതിലും വലിയ അത്ഭുതമല്ലേ? ഇനി മനുഷ്യനായിട്ട് വന്നപ്പോ തന്നെ സത്യം പറഞ്ഞാൽ വരായിരുന്നു. എങ്ങനെ വരായിരുന്നു? ഒരു ചക്രവർത്തിയായിട്ട് വരായിരുന്നു, രാജാവായിട്ട് വരായിരുന്നു. അങ്ങനല്ല വന്നേ, ദാസനായിട്ട്, അടിമയായിട്ട് വന്നു. അടിമയായിട്ട് വന്നപ്പോ പോലും ഞാൻ ചിന്തിച്ചു, അവിടെ കൊണ്ട് നിർത്തിക്കൂടെ പൗലോസ് നിർത്തിയില്ല. പൗലോസ് പറഞ്ഞു മരണത്തോളം താഴ്ത്തിയെന്ന്. മരണത്തോളം. പിന്നെ എത്രത്തോളം താണെന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഒരു 10, 80, 85, 90 വയസ്സ് വരെ അടിച്ചു പൊളിച്ച് ജീവിച്ചിട്ട് മരിച്ചതല്ല. 33.5 വയസ്സിന്റെ ചോര തിളയ്ക്കുന്ന പ്രായത്തില് സ്വന്തം ശരീരം എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രൻ. അതും ആ മരണം സാധാരണ മരണമായിരുന്നില്ല, ക്രൂശ് മരണമാണ്. ക്രൂശ് മരണം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്താൽ മതി. എന്റെ ഭാര്യ ഈ മൈഗ്രൈൻ്റെ പ്രശ്നമുണ്ട്. അവൾ ചില സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ തലയിൽ പ്രസ് ചെയ്ത് വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയിട്ട് വേറൊരു കാര്യം ഞാൻ പറയാം. ദുഃഖകരമായ ഒരു കാര്യമാണേലും എല്ലാവർക്കും ഒരു വേദന വന്നാൽ കൈവച്ചെങ്കിലും അമർത്താമല്ലോ. കണ്ണീര് വരുമ്പോ സ്വന്തം കൈവച്ചെങ്കിലും തുടയ്ക്കാമല്ലോ. കാലിൽ ഉറുമ്പ് കടിച്ചാൽ ഇങ്ങോട്ട് വാ, എന്റെ കാലിൽ ഉറുമ്പെടുത്ത് കളയാൻ നമ്മളാരെങ്കിലും പറയോ? ഇല്ല. മറ്റേ കാല് വെച്ച് ഇങ്ങനെ തട്ടിക്കളയല്ലേ. പക്ഷെ ക്രൂശി കിടക്കുന്ന ദൈവത്തിനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് കുതറി മാറാൻ പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. മരണം വേദന എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. മരണത്തെക്കാളും അതിഭയാനകമായ വേദന സഹിച്ച് മാനവരാശിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി മരിച്ചുപോയ ദൈവപുത്രനെ ഇന്ന് പകൽ ഉയർത്തിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ ക്രിസ്തു സീറോയാക്കിയത് എന്നെ സമ്പന്നനാക്കാനാണ്. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പ്രാർത്ഥിക്കുന്നു, ആ അവകാശത്തിന് മഹിമാതനെ ഇതൊന്നും തിരിച്ചറിയണം. ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ഈ ദൈവശക്തിയുടെ കരുത്ത് തിരിച്ചറിയാൻ ഒറ്റ വാചകം കൂടെ ചേർത്ത് പറഞ്ഞാൽ മതി. പൗലോസ് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അവന്റെ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്ന്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മൾ അന്യഭാഷ പറഞ്ഞില്ലേ, നമ്മൾ സ്തോത്രം പറഞ്ഞില്ലേ, നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ലേ. ഇതാണ് നമ്മൾ മരിച്ചിട്ട് കർത്താവ് വരുമ്പോളേ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആത്മാവ്. അതല്ലേ വലുത്. മരണമല്ല വിഷയം. ഉയർക്കണം. അതിന് ഈ ആത്മാവകത്ത് വേണം. ദൈവത്തിന് സ്തോത്രം. ഈ അളവില്ലാത്ത ദൈവശക്തി പ്രാപിച്ചുകൊണ്ട്, ഈ അളവില്ലാത്ത ദൈവകൃപ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗലോസിന്റെ ഈ 5 പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെയും പ്രാർത്ഥനയാകട്ടെ. പൗലോസ് ഭൗതിക വിഷയത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ആത്മീയ വിഷയത്തിന് വേണ്ടിയാണ്. ഇന്ന് രാത്രിയിൽ
ഇരിക്കുന്നിടത്ത് ഇരുന്നുകൊണ്ട് എല്ലാവരും ബൈബിൾ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കണ്ണടച്ച് ദൈവത്തിലൊന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കേട്ട മാത്രമല്ല, കേട്ട വചനം എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ കർത്താവേ എന്നെല്ലാവരും പ്രാർത്ഥിച്ചാൽ, എല്ലാവരും അത്തരങ്ങളെ തുറന്ന് സ്തോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാൽ. ഇത് സൂം മീറ്റിംഗ് ആണെന്നതിന്റെ പരിമിതി എനിക്കറിയാം, എങ്കിലും വലിയ ദൈവസാന്നിധ്യം ഇന്ന് രാത്രി ഈ വചനത്തിന്റെ ശക്തിയാൽ ചില കുടുംബങ്ങൾക്കകത്ത്, വ്യക്തികൾക്കകത്ത് സംഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചോ. എല്ലാവരും അത്തരങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അത്തരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചോ. സ്തോത്രമായിരിക്കുന്ന ഇടത്ത് നിന്ന് വലിയ ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ, വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. കർത്താവിന് സ്തോത്രം. അറുക്കപ്പെട്ട കുഞ്ഞാടിനും മഹത്വം, 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 മഹത്വം. റിബലബലവശംധരാധലാജനകടകസി. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അസാധാരണമായ ദൈവ സാന്നിധ്യം ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ, ശരീരത്തിനകത്ത് വെളിപ്പെടട്ടെ. ആമേ. ആത്മീകമായ വിഷയങ്ങൾ ഭൗതികമായ വിഷയത്തെക്കാൾ ഉപരിയായി ഇന്ന് രാത്രി സംഭവിക്കുന്ന നിമിഷങ്ങളാക്കി സ്വർഗം ഇന്ന് രാത്രി മാറ്റുന്നതിനാല് സ്തോത്രം. ഉച്ചനുള്ളങ്കാല് വരെ ദൈവാത്മാവിന്റെ കരം തലോടട്ടെ, ദൈവിക സ്പർശനം അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്യായ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. നല്ല പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ മക്കളെ കർത്താവിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഒരു ശത്രുവും അവരെ തൊടാതെ ദൈവിക കരങ്ങളുടെ കൃപയുടെ കരങ്ങൾ അവരെ വഹിക്കണമേ. കേട്ട വചനം അനുഗ്രഹമാക്കുന്നതിനാല് സ്തോത്രം. കേട്ടു, ഞങ്ങളെ തന്നെ ചതിക്കുന്നവരായിട്ടല്ല, മറിച്ച് വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി, നന്മയാക്കി, ദൈവിക വിടുതലാക്കി തീർക്കണം. ഇന്ന് രാത്രി, ഇന്ന് ഈ പകൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ദൈവരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, നന്മകളാൽ നിറയ്ക്കട്ടെ, ആത്മീയമായ ഉദ്ധാരണം അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രാർത്ഥന കടത്തിനാൽ നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രാർത്ഥനയുടെ കരുത്തോടെ മുമ്പോട്ട് പോകാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.